ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ +1 ഫസ്റ്റ് അലോട്ട്മെന്റ് ഫലം എന്ത് ചെയ്തിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഈ അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, സ്ഥിരമായിട്ടോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടോ അഡ്മിഷൻ എടുക്കണം. നിർബന്ധമായിട്ടോ അഡ്മിഷൻ എടുക്കണം. ജൂൺ 15 മുതൽ നമുക്ക് രാവിലെ 10 മുതൽ ജൂൺ 17 വൈകിട്ട് 5 മണി വരെ നമുക്ക് അഡ്മിഷൻ എടുക്കാം. സ്ഥിരമായിട്ടോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടോ നിർബന്ധമായിട്ട് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും അഡ്മിഷൻ എടുക്കണം, നിർബന്ധമാണ്. പിന്നെ ഈ അഡ്മിഷന് പോകുമ്പോൾ നമ്മൾ കയ്യിൽ നമ്മൾ കരുതേണ്ട കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ട്. ആ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നമ്മൾ കയ്യിൽ കരുതേണ്ട പ്രധാനപ്പെട്ട രേഖകളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. നമുക്ക് അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികൾ അലോട്ട്മെന്റ് പ്രിന്റ് ഔട്ട് നമുക്ക് കിട്ടും. ആ പ്രിന്റ് ഔട്ട് നിങ്ങൾ കയ്യിൽ കരുതണം, നിർബന്ധമാണ്. അതുപോലെ TC, നമുക്ക് 10ാം ക്ലാസ്സിൽ നിന്ന് സ്കൂളിൽ നിന്ന് കിട്ടിയ TC കയ്യിലുണ്ടാവണം. അതുപോലെ CC കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. അതൊക്കെ ഒറിജിനൽ കയ്യിൽ കരുതണം. അതുപോലെ നമ്മുടെ ആധാർ കാർഡ് ഒറിജിനലും കോപ്പിയും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, നിർബന്ധമാണ്. അതുപോലെ SSLCയുടെ മാർക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, SSLCയുടെ മാർക്ക് ലിസ്റ്റും നിങ്ങളുടെ കയ്യിൽ കരുതുക കേട്ടാ. ഓക്കെ, നിർബന്ധമാണ്. ഇനി ചില കുട്ടികൾ CBSE നിന്നോ ICSE നിന്നൊക്കെ ഏതെങ്കിലും അതർ ബോർഡിൽ നിന്ന് ഈ നമ്മുടെ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കൂടെ കയ്യിൽ കരുതണം, നിർബന്ധമായിട്ടും. ഓക്കെ, അതുപോലെ നമ്മുടെ സംവരണ വിഭാഗക്കാർ, ഇപ്പൊ EWS അതുപോലെയുള്ള സംവരണ SST വിഭാഗക്കാരാണെങ്കിൽ, EWSകാരാണെങ്കിൽ എന്ത് ചെയ്യണം, അവരുടെ സർട്ടിഫിക്കറ്റ് അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റും കയ്യിൽ ഉണ്ടാവണം, നിർബന്ധമാണ്. മറ്റുള്ള ആളുകളെ ജാതി സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതുകയാണ് വേണ്ടത്. ഇനി ബോണസ് മാർക്കിന് വേണ്ടി കൊടുത്ത കുറെ കുട്ടികൾ ഉണ്ടായിരിക്കും. അവര് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാല് നമ്മുടെ ക്ലബാണോ അല്ലെങ്കിൽ നമ്മുടെ കലോത്സവമാണോ സ്പോർട്സ് ആണോ അതിന്റെ ഏതാണോ ഉള്ളത് അതിന്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതുക, ഒറിജിനൽ കോപ്പിയും കയ്യിൽ കരുതണം, നിർബന്ധമായിട്ടും. അത് നമ്മൾ ബോണസ് കൊടുത്ത കുട്ടികളാണ് എങ്കിൽ കേട്ടാ. നമ്മള് ക്ലബോ സ്കൗട്ടോ അല്ലെങ്കിൽ JRCയോ NCCയോ ഒക്കെ SPCയോ ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കലോത്സവ സ്പോർട്സിലൊക്കെ മാർക്ക് ലഭിച്ച കുട്ടികളുണ്ടാവും, അതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാവണം. അതുപോലെ നിർബന്ധമായിട്ടും ചേരാൻ പോകുമ്പോൾ, അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ രക്ഷിതാക്കൾ നിർബന്ധമായിട്ടും കൂടെ ഉണ്ടാവണം, നിർബന്ധമാണ്. അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ സമ്മതിക്കില്ല. അതുപോലെ ഇപ്പോൾ സ്ഥിരമായിട്ട് ഇപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ച് സ്കൂളിൽ തന്നെയാണ് സ്ഥിരമായിട്ട് എനിക്ക് ഇവിടെ പഠിച്ചാൽ മതി എന്നുള്ള കുട്ടികളുണ്ട് എങ്കിൽ അവരെന്ത് ചെയ്യണം, സ്ഥിരമായിട്ട് പ്രവേശനം എടുക്കണം. അവരെന്ത് ചെയ്യണം, സ്പെഷ്യൽ ഫീസും PTA ഫണ്ടും കയ്യിൽ നിർബന്ധമായിട്ട് കരുതണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിർബന്ധമായിട്ടും എല്ലാ വിദ്യാർത്ഥികളും അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും അഡ്മിഷൻ എടുക്കണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.